വാണിയംകുളത്ത് അനധികൃതമായി 7 ഏക്കറോളം കുന്നിടിച്ച് നിരത്തുന്നതായി പരാതി. വാണിയംകുളം ടൗണിനോട് ചേർന്നുള്ള ബംഗ്ലാംകുന്നാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരപ്പാക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് പ്രവൃത്തികൾ നടത്തുന്നതെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് വില്ലേജ് അധികാരികൾ പ്രവൃത്തി നിർത്തിവെക്കാനായി നിർദ്ദേശം നൽകി. കൺവെൻഷൻ സെന്റർ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുന്നിൻ പ്രദേശം നിരപ്പാക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ അനുമതിക്കായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഉടമസ്ഥർ പറയുന്നത്. സ്ഥലം നിരപ്പാക്കാൻ ഒരു വകുപ്പുകളും അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രദേശത്തെ വില്ലേജ് ഓഫീസറും വ്യക്തമാക്കി. കുന്നിനു മുകളിലെ വലിയ പാറക്കല്ലുകളും നിരപ്പാക്കിയ മണ്ണും മഴ പെയ്താൽ കുത്തിയൊലിച്ച് സമീപത്തെ വീടിന്റെ മേൽക്കൂരകൾക്ക് മേലെ പതിക്കുമോ എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. ഇത് വാണിയംകുളത്ത് 1-ാം വില്ലേജിലത്തെ ഒരു 7 ഏക്കർ സ്ഥലം. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുന്നും കാടും മൊന്തയും മരങ്ങളും പാമ്പും പന്നികളും മൃഗാദികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഒരു ബംഗ്ലാംകുന്നെന്നാണ് ഇതിന് പറയുക. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉണ്ടായിരുന്ന കുന്നുകളാണ്. ഈ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഞങ്ങളുടെ തലമുറയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു 300ഓളം കുടുംബങ്ങൾ ഇതിൻ്റെ അടിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 15 ദിവസത്തിന് മുൻപ് തുടങ്ങിയിട്ട് JCB വരുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച ഈ കാടൊക്കെ വെട്ടുമായിരിക്കും, അതൊരു നല്ല കാര്യമാണല്ലോ, മൃഗങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് അതൊക്കെ വെട്ടുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. രാവും പകലും ഇതിൽ പണി തന്നെ ആയിരുന്നു. അപ്പോഴാണ് നോക്കുമ്പോഴാണ് അവരിവിടെ റോഡൊക്കെ എടുത്ത് ഈ റോഡൊക്കെ പണിത് ഈ പാറയൊക്കെ പൊട്ടിച്ച് മരങ്ങളൊക്കെ അത്രയും വീഴ്ചെടുത്തിട്ട് ഇവരിപ്പോൾ അവിടെ എന്താ പണിയാൻ പോകണമെന്ന് ഇപ്പോൾ ഒരു വിവരമില്ല. ഇതിപ്പോൾ പണ്ട് വയനാട് നടന്ന അതേ ദുരന്തം പോലെയാണ് ഇപ്പോൾ വാണിയംകുളത്ത് ഇനിയുള്ള മഴയ്ക്ക് നടക്കാൻ പോണത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങളിതിന് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും വകുപ്പ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങളതിനെ എതിർക്കും. ഞങ്ങളിവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ, ഞങ്ങളെ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അവരിത് അറിയില്ല. വില്ലേജിൽ പഞ്ചായത്ത് പോയി പരാതി കൊടുത്തു, അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. അവർ ജിയോളജി വകുപ്പ് ആയിരിക്കും എന്നാണ് പറയണത്, അത് ആർക്കാന്ന് അറിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങളിതിന് തടസ്സമാണ്. ഇവിടെ ഞങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ആരെന്ത് ചെയ്താലും ഞങ്ങൾ ഇവിടെ സമരം ചെയ്ത് നടത്താൻ സമ്മതിക്കില്ല. കുന്നിന് താഴെ കഴിയുന്ന 100 കണക്കിന് കുടുംബങ്ങളാണ് ആശങ്കയുടെ മുൾമുനയിലുള്ളത്.